ഹൈബ്രിഡ് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് നല്ല വണ്ടി. നല്ല മൈലേജ് ഉണ്ടാവും. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സ്ട്രോങ് ഹൈബ്രിഡിൽ നിൽക്കുന്ന വണ്ടിയാണ്. നമുക്ക് 28 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന കിട്ടാനില്ലാത്ത സാധനമാണ്. എത്ര ഓടിയുന്നതാ ഇത്? 54 കിലോമീറ്റർ ആയി. 54 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇത്രയും ലോ കിലോമീറ്റർ ഓടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കിട്ടാൻ പാടാണ്. അത് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. 310 അത് ഫുൾ ലോണിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും വണ്ടിയാണ്. 23,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ വണ്ടി. ഇത് റയറസ്റ്റ് ഓഫ് ദ റയർസ് എന്ന് പറയാം അല്ലേ? 2.5 ലക്ഷം രൂപ ഓട്ടോമാറ്റിക് വണ്ടി. സ്റ്റാർട്ടിംഗ് മോഡലാണ്. ഇതിനാണ് മറ്റേ അതുകൂടാതെ നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രോണിക് വരും. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. വേറെ 40,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാം. വണ്ടി ഇറക്കാൻ പറ്റുന്ന. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് കുറേ കാറുകളുടെ ഇടയിലാണ്. കൂടെ നമ്മുടെ അഫ്സലിക്ക ഉണ്ട്. SA കാറിലെ അഫ്സലിക്കയാണ്. അപ്പോൾ ഷോറൂമിലല്ല, നമ്മൾ ഷോറൂമിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പറമ്പിലാണ് കിടക്കുന്നത്. അതായത് കുറേ സ്റ്റോക്കുകളുണ്ട് ഷോറൂമിൽ. നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്തതാണ്. ഇത് പുതിയ സ്റ്റോക്ക് വന്നാണ്ട്, ന്യൂ ഇയർ സ്റ്റോക്ക്. അപ്പോൾ ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. ഇത് നമ്മൾ എങ്ങനെ പറയും കറക്റ്റ്? കളമശ്ശേരി പത്താമ്പീസ് പള്ളിയുടെ 257 പില്ലർ നമ്പർ. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പറമ്പിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യലായിട്ട് ന്യൂ ഇയർ ആയിട്ട് നമ്മളിപ്പോ എന്തായാലും പെട്രോളും ഡീസലും ഓഫർ കൊടുക്കുന്നുണ്ട്. അതിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ന്യൂ ഇയർ ഈ മാസം കൂടി വേണമെങ്കിൽ ജനുവരി ഫുൾ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്താണോ ഫ്യൂല് അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ഓരോ വണ്ടിയുടെ പരിചയപ്പെട്ടു തുടങ്ങാം. ആദ്യം കിടക്കുന്നത് മാരുതി സുസുക്കിയുടെ XL6 ആണ്. 22 മോഡല് ഹൈബ്രിഡ് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന വണ്ടിയാണ്. 6 സീറ്റർ മാനുവല് പെട്രോൾ. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. 9 ലക്ഷം രൂപ. 9 ലക്ഷം ലാസ്റ്റ് ആണോ അതോ ചെറുതായിട്ട് വ്യത്യാസം ചെയ്ത് കൊടുക്കാൻ പറ്റും? 14 ലക്ഷം രൂപ പുതിയത് തന്നെ വണ്ടിയാണ്. സീറ്റാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് നല്ല വണ്ടി. നല്ല മൈലേജ് ഉണ്ടാവും. 15 കിലോമീറ്റർ ഇപ്പൊ അതിനകത്ത് നിലവിൽ കാണിക്കുന്നുണ്ട്. 6 സീറ്റർ വാഹനമാണ്. നമ്മുടെ എർട്ടിഗ പോലെ 7 സീറ്റർ അല്ല. 7 സീറ്റർ അല്ല, 6 സീറ്റർ ബക്കറ്റ് സീറ്റ് ആയിരിക്കും വരുന്നത്. ഇടയ്ക്ക് ക്യാപ്റ്റൻ സീറ്റ് വരുന്നുണ്ട്. അടുത്ത് വരുന്ന ടാറ്റയുടെ നെക്സോൺ 2020 മോഡല്. ടാറ്റ നെക്സോൺ XM വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 4 കടുപ്പത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ യൂസ് ആണ്. പക്ഷെ ഓണർഷിപ്പ് രണ്ടാമത്തെയാണ്. ആള് NRI ആയിരുന്നു. അപ്പൊ ചേട്ടത്തിയുടെ പേരിൽ എടുത്തിട്ട് അനിയത്തിയുടെ പേരിലോട്ട് മാറ്റിയതാണ്. ഒരു വീട്ടിൽ തന്നെ 2 ഓണേഴ്സിന്റെ കയ്യിൽ കിടക്കുന്ന വണ്ടിയാണ്. എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ വരുന്നത് ഏകദേശം 66,000 കിലോമീറ്റർ. 66,000 കിലോമീറ്റർ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. മേജറായിട്ട് ഇടിയൊന്നും അല്ല. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയാ, ഈ ബോണറ്റ് മാറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സംശയമുണ്ട് മേജർ ആണോ. അത് ഗ്ലാസും കാര്യങ്ങളും അങ്ങനെ ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഇഷ്യൂസ് വരുന്നുള്ളൂ. ഇത് കമ്പനിയിൽ ചെല്ലുമ്പോൾ ഡെന്റ് ആയിട്ട് തന്നാലും അവർ അത് മാറ്റി കൊടുക്കും. അത് അവര് നമ്മൾ പറയുമ്പോഴാണ് അവർ അതിനകത്ത് ഇതാവുന്നത്. വാറന്റി ക്ലെയിം ചെയ്തൊക്കെ ഇത് നമുക്ക് വില വരുന്നത് 5.5. ഏകദേശം ഫുൾ ലോണിൽ നമുക്ക് വണ്ടി ഇറക്കി വിടാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 5.5 ലക്ഷമാണ് പറയുന്നത്. അതിൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ സിബിൽ സ്കോർ ഒക്കെ ആയിരിക്കണം. ഒരു 700-750 സിബിൽ സ്കോർ ഉണ്ടെങ്കിലാണ് ഈ ഫുൾ ലോൺ കിട്ടുള്ളൂ. നമുക്ക് അതിന് എത്ര കിട്ടുമായിരിക്കും മാക്സിമം? ഇതിന് നമുക്ക് മാരുതിയുടെ വണ്ടിയാണ്. ഞാൻ ഫുൾ ലോൺ പറയൂല ഒരിക്കലും. നമുക്ക് ഒരു 8 ലക്ഷം രൂപ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ 9 പറഞ്ഞു. ഒരു 1 lakh ഡൗൺ പേയ്മെന്റ് നമുക്ക് പറയുകയാണെങ്കിൽ അത് ഇറക്കാൻ പറ്റും. മാരുതിയുടെ ആയിട്ട് നമുക്ക് ഒരിക്കലും ഫുൾ ലോൺ പറയാൻ പറ്റില്ല. ഓക്കെ, അടുത്തൊരു കുഞ്ഞൻ വണ്ടി. ഇത് റെഡി ക്യാഷ്, ലോൺ ഒന്നും കിട്ടൂല. 2000 മോഡൽ പറഞ്ഞ വണ്ടി ഇടുമ്പോൾ എല്ലാവരും ലോൺ കിട്ടുമെന്ന് വെച്ച് വിളിക്കാറുണ്ട്. 2013-14 മേളോട്ടുള്ള വണ്ടികൾക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. അതും സിവിൽ കാര്യങ്ങൾ വേണ്ടി വരും. ഇത് നമുക്ക് റെഡി ക്യാഷ് നമുക്ക് 85,000 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 85,000 രൂപയ്ക്കുള്ള വണ്ടി ആൾട്ടോ LXi 2007 52,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്നുണ്ട്. എന്നൊരു പേപ്പർ ഉണ്ട് ഇത് 2027 വരെ പേപ്പറുള്ള വണ്ടിയാണ്. എല്ലാം മെക്കാനിക്കൽ സിംഗിൾ യൂസ് വണ്ടി. എല്ലാം പക്ക. ഇത്ര മോഡൽ പറഞ്ഞ വണ്ടിക്ക് ഇപ്പൊ നമ്മുടെ ഉള്ളതിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ലെവലാണ്. 75 രൂപ വണ്ടി ചെയ്തായിരുന്നു. ഒരുപാട് കോൾസ് വന്നായിരുന്നു. വണ്ടി വിറ്റ് പോവുകയും ചെയ്തായിരുന്നു. പിന്നെ എല്ലാവരും കൂടുതലും വിളിച്ചത് നമുക്ക് മലപ്പുറം സൈഡിൽ നിന്നായിരുന്നു. അപ്പൊ ആയിരിക്കും വന്ന് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരും പറഞ്ഞത്. കുറെ പേര് ഡെലിവറി കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഡെലിവറി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ വണ്ടി കാണാതെ ഇത്രയും ചെറിയ വണ്ടി നമ്മൾ ഒരു ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ പിടിക്കാതിരുന്നത്. കസ്റ്റമർ വന്ന് വണ്ടി കണ്ട ആൾ തന്നെ വണ്ടി എടുത്തിട്ട് പോയി. വണ്ടി ജെനുവിൻ ആയിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇതും സിംഗിൾ യൂസ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2007 സിംഗിൾ ഓണർ വണ്ടി എന്ന് പറയുമ്പോൾ കൂടുതൽ ഞാനൊന്നും പറയേണ്ട കാര്യം. കിട്ടാനില്ലാത്ത സാധനമാണ്. എത്ര ഓടിയുന്നതാ? ഇത് 55,000 കിലോമീറ്റർ ആയി. 55,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇത്രയും ലോ കിലോമീറ്റർ ഓടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കിട്ടാൻ പാടാണ്. ദേ കിടക്കുന്നു ബ്ലാക്ക് ഓൾട്ടോ കേട്ടോ. LXi 85,000 രൂപ ഫൈനൽ വണ്ടി കൊടുക്കും. 85,000. അടുത്ത നിസാൻ മൈക്ര വരുന്നത് 2012 മോഡൽ XL ആണ്. സിംഗിൾ ഓണർ വണ്ടി. 55,000 കിലോമീറ്റർ തന്നെ ഇത് ഓടിയിട്ടുള്ളൂ. സിംഗിൾ അല്ല കേട്ടോ, സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് വണ്ടി. ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോള് മാനുവല്. ഇത് നമുക്ക് ലാസ്റ്റ് 190 വണ്ടി കൊടുക്കാൻ പറ്റും. 190. എത്ര ഓടിയിരുന്ന? 50 സംതിങ്. 52,000 ഓടിയിട്ടുള്ളൂ. 190 ആണ് പറയുന്ന റേറ്റ്.
2012 നമുക്ക് ലോൺ ചെയ്യാൻ ഞാൻ പറയില്ല, കാരണം ചെയ്യാൻ പറ്റും 12 വണ്ടിക്ക്, പക്ഷെ 1 കൊല്ലോ 2 കൊല്ലോ കിട്ടുള്ളൂ. അത് EMI ഹ്യൂജ് ആയിരിക്കും. എപ്പോഴും റെഡി ക്യാഷ് തന്നെയാണ് ഞാൻ അത് ഇത് റെഡി ക്യാഷിന് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. 1.90 ആണ് നമ്മൾ ലാസ്റ്റ് പ്രൈസ് ആണോ അത്? എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. എന്താണെങ്കിലും കസ്റ്റമർ വന്ന് കാര്യം വിളിച്ചിട്ട് ലാസ്റ്റ് പ്രൈസ് ചോദിച്ചാൽ നമ്മൾ പറയണേലും ഒരു ഇതുമില്ല. വന്ന് വണ്ടി കണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എടുക്കാൻ വരുന്ന കസ്റ്റമറാണോ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്? തീർച്ചയായും. നമ്മുടെ നെക്സോൺ പെട്രോൾ അല്ലേ? നെക്സോൺ പെട്രോൾ എടുക്കുന്ന എല്ലാം പെട്രോൾ വണ്ടികളാണ്, ചെയ്യുന്ന എല്ലാം പെട്രോൾ വണ്ടികളാണ്. ഒന്ന് ഹൈബ്രിഡ് വണ്ടി ഉണ്ടെന്നുള്ളൂ. ഇത് ഹൈറൈഡർ ഒരെണ്ണം കിടക്കും. അടുത്തൊരു ടാറ്റ ടിയാഗോ വരുന്നത് 2017 മോഡല് ടിയാഗോ XZ ഫുൾ ഓപ്ഷൻ വണ്ടി. അലോയ് വീൽസ് വരുന്നില്ല, 18 തൊട്ടാണ് അലോയ് വീൽ വരുന്നത്. ഫുൾ ഓപ്ഷനിൽ വീൽ കപ്പ വരുന്നത്. 70,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഡിക്കി റീപ്ലേസ് ഉണ്ട്, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 3.10 ഫൈനൽ കൊടുക്കാം, അത് ഫുൾ ലോണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. 3.10 അത് ഫുൾ ലോണിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. ഡിക്കി റീപ്ലേസ് കമ്പനി തന്നെ ഇഷ്ടമുള്ളതാണ്. അടുത്തത് വരുന്നത് വാഗണർ 2015 LXi 23,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ വണ്ടി. ഇത് റയറസ്റ്റ് ഓഫ് ദ റയർസ് എന്ന് പറയാം അല്ലെ. 23,000 കിലോമീറ്റർ ഓടിയ വാഗണർ കിടക്കുകയാണ് ഇവിടെ. LXi 2015 AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടി. ഇന്റീരിയർ കണ്ടാലും അറിയാൻ പറ്റും, ജെന്യൂൻ കിലോമീറ്റർ വണ്ടി. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഇതിന്റെ റീപ്ലേസ് ഉണ്ട്, ഡിക്കി റീപ്ലേസ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഫൈനല് 285 ഫൈനൽ വണ്ടി കൊടുക്കാൻ പറ്റും. 2,85,000. എത്ര ഫിനാൻസ് കയറും ഇതിന്? നമുക്ക് 2.5 രൂപ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. 2.5 കയറും അല്ലേ? ഒരു 30-35 ഒക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്നതാണ് വണ്ടി. അടുത്തത് ഹൈബ്രിഡ് വണ്ടി. ഹൈബ്രിഡ് ഇത് നമുക്ക് 28 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹൈ റൈഡർ ആണ്. സ്ട്രോങ് ഹൈബ്രിഡിൽ നിൽക്കുന്ന വണ്ടിയാണ്. പുതിയത് 21.5 സംതിങ് വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് 2023 വണ്ടി. 8 വർഷത്തെ ബാറ്ററി വാറന്റിയും വരുന്നുണ്ട്, 5 വർഷത്തെ കമ്പനി വാറന്റിയും വരുന്നുണ്ട്. വണ്ടിക്ക് അണ്ടർ വാറന്റിയിൽ കിടക്കുന്ന വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ. എസ് വേരിയന്റ് ആണ്, ബേസ് വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. ഇത് നമുക്ക് ഫൈനൽ 16 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 16 ലക്ഷം രൂപയ്ക്കാണ് ഈ സ്ട്രോങ് 15 ലക്ഷം രൂപ നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാൻ പറ്റും. ഈ വണ്ടി ഇറക്കാവുന്നതാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് നല്ല ക്ലീൻ പീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് വണ്ടി. ഷോറൂം കണ്ടീഷനിലാണ് വണ്ടി. ഓട്ടോമാറ്റിക്കലി 28 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വേറൊരു വണ്ടി ഉണ്ടാവില്ല. ഇത് ഓട്ടോമാറ്റിക് ആണ്. അടുത്തത് ഒരു ഐട്ടൺ ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. ഇതും 2012 ആണ്. സെക്കൻഡ് ഓൺഷിപ്പ്. 70,000 കിലോമീറ്ററിൽ ഓടി നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് 2.5 രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. 2.5 ലക്ഷം രൂപ ഓട്ടോമാറ്റിക് വണ്ടി. സ്റ്റാർട്ടിംഗ് മോഡലാണ്. മറ്റേ കാപ്പ 1.2 വണ്ടിയാണ്. ഫിനാൻസ് കിട്ടില്ല. 2012 ഞാൻ ഫിനാൻസ് പറയില്ല. 2013-14 തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ഒരു വാഗണർ വീണ്ടും. വാഗണർ ഇത് നമുക്ക് റെഡി ക്യാഷ് ഉള്ള വണ്ടിയാണ്. 2008 മോഡല് വാഗണർ VXi. നമുക്ക് 1.10 ഫൈനൽ ഇറക്കി വിടാൻ പറ്റും. 90,000 കിലോമീറ്റർ തേർഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. വാഗണർ VXi ആണ്. നല്ല അലോയ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പവർ വിൻഡോ VXi വരും. കമ്പനി വരുന്നത് 2008 മറ്റേ അതുകൂടാതെ നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രോണിക് വരും. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. LXi അല്ല VXi. 2008 VXi എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ നമുക്ക് പറയാം. പേപ്പർ ഉണ്ട്. ഇത് നമുക്ക് 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. ധൈര്യമായിട്ട് എടുക്കാം. വില എത്ര പറഞ്ഞാൽ നമ്മൾ? ഇത് നമുക്ക് 1.10 ഫൈനൽ കൊടുക്കാം. 1.10 ഫൈനൽ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. അടുത്ത ബലേനോ വരുന്നത് 16 മോഡൽ 17 രജിസ്ട്രേഷൻ ആണ്. ബലേനോ ഡെൽറ്റ ആണ് വരുന്നത്. പെട്രോള് 80,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. അതിനകത്ത് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഫൈനൽ 4.40 വണ്ടി കൊടുക്കാൻ പറ്റും. 40,000 രൂപ. അതിനകത്ത് 4 രൂപ നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാൻ പറ്റും. 40,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കി വിടാം. വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് കൂടാതെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. പുതിയത് വന്ന സ്റ്റോക്ക് മാത്രം ഇപ്പൊ നമുക്ക് കാണിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത വണ്ടികളാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. അതെ, അപ്പൊ നല്ല സ്റ്റോക്ക് വരുമ്പോൾ നിങ്ങളെ കാണിക്കണമല്ലോ, അതുകൊണ്ട് മാത്രം നമ്മൾ വേഗം വന്ന് കാണിച്ചാണ്. അപ്പോൾ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികൾക്കും ഈ പറയുന്ന പോലെ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസൽ ആണെങ്കിൽ ഡീസൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. വണ്ടിയുടെ ഫുൾ ടാങ്ക് ജനുവരി 1 വരെ നമ്മൾ പറഞ്ഞത്. അതിപ്പോ ജനുവരി 31 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പുതിയ സ്റ്റോക്ക് വന്നതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ഫ്രഷ് സ്റ്റോക്കിനാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ വേറെ കുറെ വണ്ടികൾ കിടപ്പുണ്ട്. ഇന്നോവ ക്രിസ്റ്റ കിടപ്പുണ്ട്, ഡസ്റ്റർ കിടപ്പുണ്ട്, ലോ കിലോമീറ്റർ ഡസ്റ്റർ കിടപ്പുണ്ട്. കാറ്റലോഗ് നമ്പർ കൊടുക്കാം. നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ എല്ലാവർക്കും ഒരു ഹൈറ്റ് കാറ്റലോഗ് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. 45ഓളം വണ്ടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. നിലവിൽ 45ഓളം വണ്ടികളുണ്ട്. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാറ്റലോഗിലുണ്ട്. നിങ്ങളൊരു ഹായ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. പിന്നെ സെഗാറിന് 2 ഷോറൂം ഉണ്ട്. 2 ഷോറൂം എറണാകുളം ജില്ലയിൽ തന്നെയാണ് വരുന്നത്.
ഒരെണ്ണം കൈപ്പട മുകളിലും ഒരെണ്ണം കളമശ്ശേരി മെട്രോ പില്ലർ നമ്പർ 257 തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ വണ്ടിയെല്ലാം കണ്ടീഷനാണ്, സെറ്റപ്പാക്കി കൊടുക്കുള്ളൂ. ഫ്ലഡ് ഉണ്ടാവില്ല, മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല, കിലോമീറ്റർ ജെന്യൂൻ ആയിരിക്കും. ഇത് മൂന്നും എല്ലാ വണ്ടികളും ഗ്യാരണ്ടി ആയിരിക്കും. കുറച്ച് അർജൻസി ഉണ്ട്, പുള്ളിക്ക് പോയിട്ട് തിരക്കുള്ളതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പറഞ്ഞു തീർക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് കൂടി വേഗം പറഞ്ഞു. ആധാർ, പാൻ കാർഡ്, ലാൻഡ് ടാക്സ് കോപ്പി, സാലറി സ്ലിപ്പ്, ചെക്ക് ലീഫ്, ഫോട്ടോ, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇത്തരം കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്ത് വണ്ടി ഇറക്കൊണ്ട് പോകുന്നതാണ്. അപ്പോൾ വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ നേരിട്ട് വരിക, കമന്റ് വായിച്ച് സമയം കളഞ്ഞ് ഇരിക്കേണ്ട അല്ലേ. തീർച്ചയായും ധൈര്യപ്പെട്ടു പോയി. ആൾക്കാർ കമന്റ് ഇടാറുണ്ട്, നീ വണ്ടിയൊക്കെ വെക്കും. വണ്ടി നമ്മൾ വെക്കുന്നുണ്ട്, പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജെന്യൂനിറ്റി അവർക്ക് മനസ്സിലാവും. എന്തായാലും ധൈര്യപ്പെട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. പോയിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.